നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ശത്രുദോഷങ്ങൾ, ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവ ദോഷങ്ങൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ബാധിക്കുകയാണെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വീട്ടിലെ പരസ്പര കലഹങ്ങൾ ഉണ്ടാവും. വീട്ടിലൊരു ശ്മശാന മൂകതയായിരിക്കും. മാംസം കത്തുന്ന ഗന്ധമൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും നമ്മളെ അലട്ടുകയും അതുപോലെ വീട്ടിൽ വളരെ വലിയ ദാരിദ്ര്യ അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് പരിഹരിക്കാവുന്ന ചെറിയൊരു പ്രയോഗം ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നാളികേരം ചകിരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അതിലൽപ്പം കുങ്കുമം പുരട്ടി ഒരു നെയ്തിരിയോ അല്ലെങ്കിൽ ഒരു കർപ്പൂരമോ അതിൽ കത്തിച്ചു വെച്ച് വീടിന്റെ അടുക്കള ഭാഗത്തു കൂടി അകത്തേക്ക് പ്രവേശിച്ച് എല്ലാ മുറികളിലും അത് ഒഴിഞ്ഞ് മുൻവശത്തു കൂടി പുറത്തേക്ക് പോവുക. അപ്പോൾ അടുക്കള ഭാഗത്തുകൂടി പ്രവേശിക്കുമ്പോഴും മുറികളിൽ ഒഴിയുമ്പോഴും നമുക്ക് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. അതുപോലെ മുറികൾ ഒഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ കോണുകളിൽ ഓരോ മുറികളുടെയും കോണുകളുടെ ഭിത്തി ഭാഗത്ത് ഈ നാളികേരം കൊണ്ടൊന്ന് മുട്ടുക. ശേഷം ഇതുമായിട്ട് പുറത്തേക്ക് വന്ന് വീടിന്റെ വടക്ക് ദിക്കിൽ ഈ നാളികേരം കൊണ്ടുവച്ചിട്ട് അത് വെട്ടി മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ച് കളയുകയോ ചെയ്യാം. അപ്പൊ ഈ പൊട്ടിച്ച് കളയുന്ന സാധനം ഒന്നില്ലെങ്കിൽ തീയിലിട്ട് കത്തിച്ച് കളയാം. വീടിനകത്ത് വെച്ച് കത്തിക്കരുത്, പുറത്തിട്ട് തീയിലിട്ട് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുക്കുവെള്ളത്തിൽ ഒഴുകി കളയാം. അത് സൗകര്യാർത്ഥം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്ന വ്യക്തി കുളിച്ച് ശുദ്ധിയായിട്ട് വീടിനകത്ത് വന്ന് അഷ്ടഗന്ധ പൊടി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ അഷ്ടഗന്ധ പൊടി പുകയ്ക്കണം. അപ്പോൾ ഒരു ധൂപപാത്രത്തിൽ കനലൊക്കെ ഇട്ട് അഷ്ടഗന്ധ പൊടി ഇട്ട് ഓം യം നമ എന്ന് വായുവിന്റെ ബീജമന്ത്രമാണ്. ഓം യം നമ എന്ന് ജപിച്ചുകൊണ്ട് വീടിനകത്തെല്ലാം, അതോടൊപ്പം തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം, ഇഷ്ടദേവതാ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ജപിച്ചുകൊണ്ട് വീടിനകത്തെല്ലാം ആ പുക ഒന്ന് ധൂപിക്കുക. അതിനുശേഷം നിലവിളക്ക് കൊളുത്തുക. അതുപോലെ നാളികേരം ഒഴിയുമ്പോൾ ശത്രുച്ചാടന മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ശത്രുച്ചാടന മന്ത്രങ്ങളൊക്കെ ഗുരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവൂ. നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് നമുക്കത് നാളികേരം ഒഴിയാവുന്നതാണ്. പിന്നീട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഭദ്രാളി ക്ഷേത്രത്തില് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യിക്കുക. ഈ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്ത് പ്രസാദമായി കിട്ടുന്ന ഗുരുതിയുടെ അംശം വീട്ടിൽ കൊണ്ടുവന്ന് അല്പം പനിനീരുമായിട്ട് കലർത്തി അത് വീട്ടിൽ തളിക്കാവുന്നതാണ്.